നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോൺ ടീച്ചിങ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 45 ഏജ് ലിമിറ്റ് വരുന്നത്. ഒരു വേക്കൻസിയാണുള്ളത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ ഒരു വേക്കൻസി. അസിസ്റ്റന്റ് ലൈബ്രറിയൻ 3 വേക്കൻസികളാണുള്ളത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒരു വേക്കൻസി, 40 ഏജ് ലിമിറ്റ് വരുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു വേക്കൻസി. റിസർച്ച് ഓഫീസർ, സിസ്റ്റം അനലിസ്റ്റ്, ക്യൂറേറ്റർ, സെക്ഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, സീനിയർ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്, പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് ആക്ടിവിസ്റ്റ്, സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എല്ലാം ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അസിസ്റ്റന്റ് മാനേജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ, ലബോറട്ടറി അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്മാൻ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, ജൂനിയർ അസിസ്റ്റന്റ്, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, മെസ് ഹെൽപ്പർ, ലൈബ്രറി അറ്റൻഡന്റ്, ആനുവൽ അറ്റൻഡന്റ്, ഗ്രൗണ്ട്സ്മാൻ, ആന്റി മലേറിയ വർക്കർ എന്നീ പോസ്റ്റുകളിലേക്കൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. മൊത്തം 267 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് BE or BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ വരുന്നത് BE or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അസിസ്റ്റന്റ് ലൈബ്രറിയൻ പോസ്റ്റിന് വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ്. ഓർ ഇൻഫർമേഷൻ സയൻസ് ഓർ ഡോക്യുമെന്റേഷൻ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. പബ്ലിക് റിലേഷൻ ഓഫീസർ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. 5 years എക്സ്പീരിയൻസ് ഉണ്ടാകണം. റിസർച്ച് ഓഫീസർ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. സിസ്റ്റം അനലിസ്റ്റ് BE or BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ME or MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 years പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ക്യൂറേറ്റർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെക്ഷൻ ഓഫീസർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് സെക്രട്ടറി ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സീനിയർ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പേഴ്സണൽ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് വരുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ജൂനിയർ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ വരുന്നത് BE or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് 3 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ BE or BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് ആക്ടിവിസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിസ്റ്ററിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ ഗസ്റ്റ് ഹൗസ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 7 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓർ എക്കണോമിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്റ്റെനോഗ്രാഫർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫി ഉണ്ടായിരിക്കേണ്ടതാണ്. ലബോറട്ടറി അസിസ്റ്റന്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 2 years വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത ഡ്രാഫ്റ്റ്മാൻ ആണ്. ഡിപ്ലോമ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. ITI ഡ്രാഫ്റ്റ്മാൻ ഓർ ഡിപ്ലോമ ഇൻ സിവിൽ ഓർ ആർക്കിടെക്ചർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വർക്ക്സ് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്ന ITI ഡിപ്ലോമ വിത്ത് മിനിമം 2 years എക്സ്പീരിയൻസ് ആണ്. 2 years ഡ്യൂറേഷൻ ആണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലിഫ്റ്റ് ഓപ്പറേറ്റർ ക്വാളിഫിക്കേഷൻ വരുന്ന ITI ഡിപ്ലോമ വിത്ത് 2 years ഡ്യൂറേഷൻ ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ജൂനിയർ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. കുക്ക് 10th ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി ഉണ്ടായിരിക്കേണ്ടതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്.
മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10th പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മെസ് ഹെൽപ്പർ 10th പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ITI ഡിപ്ലോമ വിത്ത് മിനിമം 2 ഇയേഴ്സ് ഡ്യൂറേഷൻ ആണ്. 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ലബോറട്ടറി അറ്റൻഡന്റ് 10+2 വിത്ത് സയൻസ് സ്ട്രീമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ലൈബ്രറി അറ്റൻഡന്റ് +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആനിമൽ അറ്റൻഡന്റ് 12th പാസ്സാണ് വരുന്നത്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട്സ്മാൻ 10th പാസ്സാണ് വരുന്നത്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫീസ് വരുന്നത് ഗ്രൂപ്പ് എ പോസ്റ്റുകൾക്ക് 1500 രൂപയാണ്. UR EWS OBC കാൻഡിഡേറ്റ്സിന്. SC ST വുമണിന് 1000 രൂപയാണ്. PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. B&C പോസ്റ്റുകൾക്ക് UR EWS OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ്. PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. SC ST OBC PWD കാൻഡിഡേറ്റ്സിനും എല്ലാം എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും എല്ലാം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.